നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിപ്പാൻ, ജനത്തോട് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന് ഉണ്ടാകുന്ന ദർശനത്തിനനന്തരം പത്രോസിൻ്റെ അടുക്കലേക്ക് കൊർന്നല്യോസ് അയക്കുന്ന രണ്ട് പടയാളികളും തനിക്ക് അകമ്പടി നിന്ന ഒരുവനും ദൈവഭക്തനും കൂടെ ചേർന്ന് 3 പേർ ചേർന്ന് പത്രോസിനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി ദൈവവചനം പ്രഘോഷിപ്പിക്കുവാൻ നിർബന്ധിക്കുമ്പോൾ പത്രോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് ഇറ്റലിയിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് സംസാരിച്ചു തുടങ്ങുന്ന ഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിൻ്റെ മുകൾ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 39-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, കർത്താവായ യേശുവിനെ കുറിച്ച് ഒന്നാമതായി പറയുന്നു, മനുഷ്യർ അവനെ ക്രൂശിച്ച് കൊന്നു. യഹൂദ്യയിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഇവിടെ പറയുന്നത് ഒരു കൂട്ടർ ചേർന്ന്, ഒരു സമൂഹം ചേർന്ന് ഒരുവനെ തൂക്കിക്കൊന്നു. എന്നാൽ അതിൻ്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് ഇന്നത്തെ വിഷയത്തോട് ചേർന്നതല്ലെങ്കിലും ഈ വചനഭാഗത്തിൽ കൂടെ സഞ്ചരിച്ച് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒരു സമൂഹം, ഒരു കൂട്ടുകെട്ട്, ഒരു വലിയ ഗ്രൂപ്പ് ചേർന്ന് മരത്തിന്മേൽ തൂക്കിക്കൊന്ന ഒരുത്തൻ അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവം വേറെ ഒരു ഗ്രൂപ്പിനെ വിട്ടുവെന്നല്ല പറഞ്ഞത്, ദൈവം വേറെ ഒരു കൂട്ടത്തെ വിട്ടുവെന്നല്ല പറയുന്നത്, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുറുകെ പിടിച്ചാട്ടെ. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഒരു സാമ്രാജ്യവും ഒരു സമൂഹവും ഒരു സംഘടനയും ഒരു വലിയ കൂട്ടുകെട്ടും ചേർന്ന് ആണ് അവനെ തൂക്കിക്കൊന്നത്. യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുവാൻ ഒരാൾ ചിന്തിച്ചാൽ നടക്കുകയില്ലായിരുന്നു, 10 പേർ ചിന്തിച്ചാൽ നടക്കുകയില്ലായിരുന്നു. ആകയാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുമ്പോൾ ആ മരത്തിൽ നിന്ന് ഇറക്കി അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ വെച്ച് യേശുവിനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു സംഘടനയുടെയും ഒരു സമൂഹത്തിൻ്റെയും ഒരു കൂട്ടുകെട്ടിൻ്റെയും ആവശ്യമില്ലായിരുന്നു. ഒരു ജാതി മുഴുവനും ചേർന്ന് തൂക്കിക്കൊന്ന് ശവക്കല്ലറയിൽ അടച്ച് കാവൽ നിന്ന ആ ഒരൊറ്റ ആ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഒരുത്തൻ മതിയായിരുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, നിന്നെ തകർക്കാൻ 1000 പേർ ആവശ്യമായിരിക്കാം, നിന്നെ മുടിക്കുവാൻ 10,000 പേർ ആവശ്യമായിരിക്കാം. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഒരുത്തൻ മാത്രം മതിയായതാകുന്നു. അവർ അവനെ തൂക്കിക്കൊന്നു. 3-ാം നാൾ ദൈവം ഒറ്റയ്ക്ക് അവനെ എഴുന്നേൽപ്പിച്ചു. നിന്റെ തകർച്ചയ്ക്ക് 10,000 പേർ വട്ടമിട്ട് നിൽക്കുമ്പോൾ നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം ഒരുത്തൻ മതിയായവനാകുന്നു. ഇന്ന് പകൽ 1000 പിശാചുക്കൾ ഒരുമിച്ച് നിന്ന്, 10,000 ഭൂതങ്ങൾ ഒരുമിച്ച് നിന്ന്, ദുരാത്മ കൂട്ടുകെട്ടുകളും മാനുഷിക കൈകെട്ടുകളും നിനക്കെതിരെ ഒരുമിച്ച് വ്യാപരിക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഞാൻ ഒരുത്തൻ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. അവർ അവനെ ക്രൂശിച്ചു കൊന്നു. ദൈവമോ അവനെ 3-ാം നാൾ എഴുന്നേൽപ്പിച്ചു. ഒരു സംഘം നിനക്കെതിരെ ചെയ്തത് ദൈവം ഒറ്റയ്ക്ക് പരിഹരിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിന്നോട് വ്യക്തിപരമായി ദൂത് പറഞ്ഞു തുടങ്ങുന്നു. ഒരു സമൂഹം ഒരുമിച്ച് നിന്ന്, ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് നിനക്കെതിരെ പണിതതിനെ മുഴുവനോ, നിനക്കെതിരെ ചെയ്തതിനെ മുഴുവനോ ദൈവം ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചെഴുതാൻ പോകും.
പോകുന്നു. ഒരു സമൂഹത്തിന്റെ കൈയെഴുത്ത് ദൈവം ഒറ്റയ്ക്ക് തിരുത്തി എഴുതോ. ഒരു സമൂഹത്തിന്റെ യുദ്ധം ദൈവം ഒറ്റയ്ക്ക്. അവർ അവനെ ക്രൂശിച്ചു കൊന്നു. നിന്നെ മരത്തിന്മേൽ തൂക്കിയതിന്, നിന്നെ കെട്ടിത്തൂക്കിയതിന്, നിന്നെ അവസാനിപ്പിക്കുന്നതിന്, നിന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു സമൂഹം നിനക്കെതിരെ നിന്നേക്കാം. പക്ഷെ അവിടെ നിന്ന് നിന്നെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് വേറൊരുത്തന്റെ ആവശ്യമില്ല. He himself descended and rescued. സമാരിയം പ്രവാചകം ബർഫുനാചരം ഇയാലബസ്യാർത്ഥേനിയ പ്രവാരിയ അജേനിയം പ്രവാർത്ഥനെ ഹലോഗന സർത്തേനിയ. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്രിസ്തുവോ ഒരു കൂട്ടമായി നിൽക്കുന്ന ശത്രുവോ? അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുന്നുവെന്ന് പറഞ്ഞാൽ മരത്തിന്മേൽ ഒരുത്തൻ തൂങ്ങിയാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. നീ ഒരു ശപിക്കപ്പെട്ടവനായി തീരുവാൻ, നീ മുടിഞ്ഞ് നിന്റെ ഇടപാട് തീരുവാൻ ഒരു സമൂഹം നിനക്കെതിരെ വട്ടം ചുറ്റി നിൽക്കുമ്പോൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്ര ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയെന്ന് പേർ വരുത്തുവാൻ ദൈവം ഒരുത്തൻ മതിയായിരുന്നെങ്കിൽ നീ ഒരു ശാപപാത്രമെന്ന്, നീ ഒരു ശാപമെന്ന് ഒരു സമൂഹം ഒരുമിച്ച് നിന്ന് നിനക്കെതിരെ എഴുതി എഴുതുമ്പോൾ നീ ഒരു അനുഗ്രഹമെന്ന് അത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഒരുത്തന്റെയും ആവശ്യമില്ല. മരത്തിന്മേൽ തൂക്കി നിന്നെ ശാപമാക്കുവാൻ ഒരു സമൂഹം നിൽക്കുമ്പോൾ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ഒരുത്തൻ തനിയെ നിൽക്കുകയാണ്. പ്രവാസ്യം പ്രവചനം പ്രവാനി. 2, യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുമ്പോൾ യേശുവിനെ അവസാനിപ്പിച്ചുവെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ കല്ലറയിൽ നിന്ന് യേശുവിന്റെ അടുത്ത ലെവൽ, അടുത്ത തലം ദൈവം ആരംഭിക്കുകയായിരുന്നു. നിന്നെ അവസാനിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ 1000 പേരുടെ സംഘം നിൽക്കുമ്പോൾ അവിടെ നിന്ന് പുതിയതൊന്ന് തുടങ്ങുവാൻ ദൈവം ഒരുത്തൻ മതി. നിനക്ക് ചിലതിലൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ, നിനക്ക് ചിലതിലൊക്കെ അവസാനം ഇടുവാൻ, നിനക്ക് എവിടെയൊക്കെയോ ഒരു അന്ത്യം കുറിക്കുവാൻ, നിനക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ. ഇവിടെ നീ അവസാനിച്ചുവെന്ന്, ഇവിടെ നീ തീർന്നുവെന്ന് നിന്നെ കുറിച്ചൊന്ന് പറഞ്ഞെടുക്കുവാൻ ഒരു സമൂഹം നിനക്കെതിരെ നിൽക്കുമ്പോൾ സ്വർഗം 3-ാം നാൾ പറയുകയാണ്, ഞാൻ അവനിൽ പുതിയതൊന്ന് ആരംഭിക്കുകയാണ്, ഞാൻ അവനിൽ പുതിയതൊന്ന് ആരംഭിക്കുകയാണ്. അതിനെനിക്ക് വേറൊരുത്തന്റെ സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ആരംഭിക്കുക. ഇന്നലകളിൽ സമൂഹം ഒരുമിച്ച് നിന്ന് നിന്നിൽ നിന്ന് ചിലതൊക്കെ അവസാനിപ്പിച്ച ഇടത്ത് മാനുഷിക കൂട്ടുകെട്ടുകളോ പൈശാചിക സംഗതികളോ കൈകോർത്ത് നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ അവസാനിപ്പിച്ചത് ദൈവം ഒറ്റയ്ക്ക് നിന്ന് ആരംഭിക്കുകയാണ്. ഈ 71 ദിവസത്തിന്റെ ഉപവാസ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ ഇന്നലകളിൽ എവിടെയൊക്കെയോ പിശാച് അടച്ചു കെട്ടിയത് ദൈവം റീഓപ്പൺ ചെയ്യുമെന്ന്, ഇന്നലകളിൽ എവിടെയൊക്കെയോ അന്ധകാര ശക്തികൾ ഒതുക്കി നിർത്തിയത് ഇനിയും നീ ചലിക്കത്തില്ലെന്ന്, ഇനിയും നീ മുമ്പോട്ട് പോകത്തില്ലെന്ന്, ഇവിടെ നീ അവസാനിച്ചുവെന്ന് ശത്രു വാദിച്ചതിന് ഒരു റീഓപ്പണിംഗ് സംഭവിക്കുകയാണ്. Something is going to be reopened. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ആ വെളിപ്പാടിനെ ഷെയർ ചെയ്യുന്നു. ചിലത് റീഓപ്പൺ ചെയ്യുവാൻ പോകുന്നു, അടച്ചു കെട്ടിയതിനെ തുറക്കുവാൻ പോകുന്നു. ലാസറിന്റെ കല്ലറ തുറന്നതുപോലെ, അരിമത്ഥയിലെ യോസഫിന്റെ കല്ലറ തുറന്നതുപോലെ, റോമാക്കാര് മുദ്ര വെച്ച് അടച്ചതുപോലെ ഇനിയും ഒരു നാളും ഇത് തുറക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞ് അരക്കിട്ടുറപ്പിച്ചത് ഇന്ന് പകൽ എന്റെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, I am going to reopen. ഒരു റീസ്റ്റാർട്ട് ഈ പട്ടണത്തിന്റെ നടുവേ, ഈ ദേശത്തിന്റെ നടുവേ, നിന്റെ തലമുറ ഇരിക്കുന്ന ഇടത്ത് യേശുവിന്റെ നാമത്തിൽ
ഒരു കഥ എഴുതി നിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമെന്ന്, ഒരു സംഭവം ഉണ്ടാക്കി നിന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ശത്രു വാദിക്കുന്ന ഇടത്ത് സ്വർഗം പറയുകയാണ്, ഞാൻ അവിടെ നിന്നൊരു റീസ്റ്റാർട്ട്. ഇന്നലകളിൽ പിശാച് ആമേൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സിഗ്നേച്ചറോടുകൂടെ ചില റീസ്റ്റാർട്ടുകൾ സംഭവിക്കുന്നു. ഇന്ന് പകൽ അത് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ hitting power Holy Ghost. ലാസ്മറിയ പ്രവാചനം പ്രവാർത്ഥനാദി പരിശുദ്ധാത്മാവ് നിന്നെ ഹിറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. എന്റെ ശബ്ദം കൂടിയത് കൊണ്ടോ ഞാൻ അലറി വിളിച്ചത് കൊണ്ടോ നിങ്ങൾ പ്രതികരിക്കണ്ട. പക്ഷേ ഈ ദൂത് നിന്നെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആത്മസാന്നിധ്യം നിന്നെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഇന്ന് പകൽ ഇതൊരു മാസീവ് ദൂതല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് റിലീസ് ചെയ്യുന്നതൊക്കെയോ ചില വ്യക്തികളിലേക്ക് മാത്രം കടന്നു ചെല്ലുന്നതായി ആത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നു. അൺലോക്ക് ചെയ്യട്ടെ. ഭൂതങ്ങൾ അടച്ച വഴികൾ തുറന്നുവ. പിശാചുക്കൾ വിലങ്ങിട്ടത് തുറന്നുവ. 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 I command in power of Holy Ghost up. Larmenia Kadolbanasia Pravagia Rigara Barosia Pravagia. അതിന്റെ 41 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 41 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തത് സകല ജനത്തിനും അല്ല. സകല ജനത്തിനുമല്ല. ഞാനത് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിലും പറയുകയാണ്. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല, സകല ജനത്തിനുമല്ല. ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തീർത്തു. നിൽക്കട്ടെ, ഞാൻ അതിന്റെ വെളിപ്പാട് ഷെയർ ചെയ്യാം. അവിടെ ഇങ്ങനെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞങ്ങളുടെ മേലൊരു മുൻനിയമനം കിടപ്പുണ്ട്. ഞങ്ങളെ ദൈവം മുമ്പ് കൂട്ടി നിയമിച്ചതാ. ലോക സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളുടെ മേലൊരു കോളിംഗ് കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ മേലൊരു വാഗ്ദത്വം കിടപ്പുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതുവരെ ജീവിതത്തിലൊന്നും വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ മേൽ കിടന്ന നിയമനം, ഞങ്ങളുടെ മേൽ കിടന്ന ദൈവത്തിന്റെ വാഗ്ദത്തം, ആമേൻ, അതിന്റെ ഒരു റിസൾട്ടിലേക്ക് ഞങ്ങൾ വരുവാൻ പോവുകയാണ്. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായ ഞങ്ങൾ. രണ്ടാമതായി പറയുകയാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക്, ആമേൻ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവുമായി ഉള്ള ഫെലോഷിപ്പ്. ഇന്ന് പകൽ ഞാൻ ഒന്ന് പറയട്ടെ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവുമായി നീ തിന്നുകുടിച്ചു, ആമേൻ. നീ ഒത്തിരി ആരാധനയ്ക്ക് വന്നോ, വചനത്തെ തിന്നു, അഭിഷേകത്തെ കുടിച്ചു, കർത്താവുമായി കൂട്ടായ്മ ആചരിച്ചു, ആമേൻ. ഒത്തിരി ദിവസങ്ങൾ നീ ഉപവാസം ഇരുന്ന് നിന്റെ കൂട്ടുകാരുടെ കൂടെ തിന്നുകുടിക്കാതെ, നിന്റെ വീട്ടിൽ
വീട്ടുകാരുടെ കൂടെ തിന്നുകുടിക്കാതെ നീ അപ്പന്റെ സന്നിധാനത്തെങ്കിൽ ഇരുന്ന് ദൈവത്തോടുകൂടെ തിന്നുകുടിച്ചോ? വചനത്തെയും അഭിഷേകത്തെയും മാത്രം തിന്നുകുടിച്ചോ? എല്ലാവരും മധുരപാനീയങ്ങൾ കുടിക്കുമ്പോൾ നീ ഉപ്പ് കലർന്ന നിന്റെ കണ്ണുനീരിനെ നിന്റെ നാവിൽ കൂടെ അലിയിച്ചിറക്കി ദൈവത്തോട് കൂടെ നീ ദിനരാത്രങ്ങൾ തിന്നുകുടിച്ചോ? പക്ഷെ പിശാച് ചോദിക്കുക, അവനോടുകൂടെ തിന്നുകുടിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടി? നിന്റെ മേളിൽ മുൻനിയമനം കിടന്നിട്ട്, നിന്റെ മേളിൽ പ്രോമിസ് കിടന്നിട്ട് നിനക്ക് എന്തോ കിട്ടി? അവിടെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ മേലുള്ള മുൻനിയമനോ, ഞങ്ങൾ അവനോടുകൂടെയുള്ള ഫെലോഷിപ്പ്, അത് മുഖാന്തര ഞങ്ങൾക്ക് ചിലതിനെ അവൻ പ്രത്യക്ഷമാക്കി തന്നു. ഓ, ഇന്ന് പകൽ a mighty manifestation for the chosen people. അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് ചിലത് പ്രത്യക്ഷമായി. ഇന്നലകളിൽ കർത്താവിനോടുകൂടെ സമയം ചെലവിട്ടവർക്ക്, ഇന്നലകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞവർക്ക് ചിലത് പ്രത്യക്ഷമാകുന്ന ദിവസങ്ങളായത്. ചിലത് പ്രത്യക്ഷമാകുന്ന ദിവസമാണെന്ന് ഞാൻ പറയത്തില്ല. ഇന്ന് ഈ ശുശ്രൂഷയിലെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ ശുശ്രൂഷ കഴിഞ്ഞ് അത് അവസാനിക്കേണ്ടതല്ല. ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ്. ഇത് ആരംഭം മാത്രമാ. ഇന്നിവിടെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ പറയത്തില്ല. ആമേൻ. ഇന്ന് മാത്രമല്ലല്ലോ അത് നടക്കുന്നത്. അത് ഇന്നലകളിൽ നടന്നതിനെക്കാട്ടിലുപരി നാളുകളിൽ നടക്കാൻ പോവല്ലേ. ഇന്നൊരു വിടുതൽ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പൊ നാളെ നടക്കാൻ പോകുന്നതൊക്കെ അതിനേക്കാൾ വലിയ വിടുതലുകളല്ലേ. കാരണം ദൈവം ചിലതിനെ ആരംഭിക്കുവാൻ പോവുകയാണ്. എന്നിട്ട് അതിന്റെ 42-ാം വാക്യത്തിൽ പറയുകയാണ്, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഞാൻ ആ വാക്യത്തെ രണ്ടായി തിരിച്ച് ഇന്ന് പകൽ എടുക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഞാൻ വരുന്നത്. ദൈവം ഞങ്ങളോടൊരു കാര്യം കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? പ്രീച്ച് ഹിം, ടെസ്റ്റിഫൈ ഹിം. അവനെക്കുറിച്ച് പ്രസംഗിക്കുക. 2, അവനെക്കുറിച്ച് സാക്ഷിക്കുക. ഇന്ന് പകൽ പറഞ്ഞേ, ഞാൻ അവൻ്റെ സാക്ഷിയായിരിക്കും. ഞാൻ അവൻ്റെ സാക്ഷിയായിരിക്കും. ഞാൻ പ്രസംഗിക്കുക എന്ന വിഷയത്തിലേക്ക് കയറുന്നില്ല. ഞാൻ സാക്ഷിക്കുക എന്ന വിഷയത്തിലേക്കാണ് കയറുന്നത്. അവിടെ പത്രോസ് പറയുകയാണ്, അവനെ സാക്ഷിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ബി ദ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. മുഖത്തോട് മുഖം നോക്കി ഉറച്ച ശബ്ദത്തിൽ കട്ടുകട്ടിയായി പറഞ്ഞേ, ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. ബി ദ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാക്ഷിയായിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്തു നിന്നൊരു കൂട്ടം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ സമൃദ്ധിയുടെ സാക്ഷ്യം, ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യം. ആ സാക്ഷ്യം, ഐ ഷാൽ ബി എ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വിറ്റ്നസ് ആയിരിക്കും എന്റെ ബോഡി. ദൈവത്തിനൊരു മണ്ടനെ എത്രമാത്രം ഉപയോഗിച്ച് ഉയർത്തുവാൻ കഴിയുമെന്നുള്ള ഒരു സാക്ഷ്യമായിരിക്കും എന്റെ ജീവിതം. ഐ ഷാൽ ബി ദ വിറ്റ്നസ് ഓഫ് ഹിസ് ഗ്ലോറി. ആമേൻ. നമ്മുടെ ജീവിതം കഷ്ടതയുടെ സാക്ഷ്യമല്ല. നമ്മുടെ ജീവിതം ക്യാൻസർ വന്നാൽ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നല്ല നമ്മളെ കണ്ടാൽ മനുഷ്യൻ അറിയേണ്ടത്. ആമേൻ. ആഭിചാരം ചെയ്താൽ ഒരു മനുഷ്യൻ എത്രമാത്രം മുടിയുമെന്നുള്ള സാക്ഷ്യമല്ല നമ്മളിൽ വെളിപ്പെടേണ്ടത്. കഷ്ടകാലം വന്നാൽ ഒരുത്തൻ എത്രയും തകരുമെന്നുള്ളതല്ല നമ്മുടെ മേൽ വെളിപ്പെടേണ്ടിയ സാക്ഷ്യം. ഞാനും നിങ്ങളും സാക്ഷികളാണ്. അത് ദൈവത്തിന്റെ ശക്തിയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ കൃപയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സാക്ഷിയാണ്. ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന്
ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് അവൻ എന്നിൽ കൂടെ വെളിപ്പെടുത്തും. ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് അവൻ എന്നിൽ കൂടെ വെളിപ്പെടുത്തും. എങ്ങനെ നമുക്ക് സാക്ഷിയായി തീരുവാൻ കഴിയും? അതിൻ്റെ മുകൾ വാക്യത്തിൽ 41 വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികൾ. ആമേൻ. ദൈവത്തിൻ്റെ നിയമനം, ദൈവത്തിൻ്റെ ഫോർ പർപ്പസ്, ദൈവത്തിൻ്റെ ഫോർ പ്ലാൻ, ദൈവത്തിൻ്റെ മുൻനിയമനമാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്? സാക്ഷികളാക്കി തീർക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ എന്നെ ദൈവം ഇതിനകത്തു കൊണ്ടിരുത്തി എന്ന് തിരിച്ചറിവുള്ള ദൈവമക്കൾ ആമേൻ സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ മുൻനിയമനം കിടപ്പുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മുൻനിയമനം സംഭവിക്കണം. രണ്ട്, ഞാൻ ചില മിനിറ്റുകൾ വചനത്തിലേക്ക് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ മുൻനിയമനം ഉണ്ടെങ്കിലേ ഒരുത്തന് സാക്ഷിയാകുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ പർപ്പസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ പർപ്പസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസിനകത്ത്, ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിഷക്തൻ ഇങ്ങനെ പറയുന്നത്: പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മനതാരിൽ, ദൈവത്തിൻ്റെ പ്ലാൻ ബുക്കിൽ ദൈവം എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അടുത്തത്, സാക്ഷിയാകുവാൻ ഒന്ന്, ദൈവത്തിൻ്റെ നിയമനം വേണം. രണ്ട്, സാക്ഷിയാകുവാൻ, സ്തോത്രം, സാക്ഷിയാകുവാൻ രണ്ടാമതായി ഇതേ വാക്യത്തിൽ 10:42 സ്തോത്രം, കൽപ്പിച്ചു. സാക്ഷീകരിപ്പാൻ അവൻ കൽപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, യേശു സൗഖ്യമാക്കിയവരും വിടുവിച്ചവരുമുണ്ട്. അവരിൽ ചിലരോട് കർത്താവ് പറഞ്ഞു, നീ പോയി കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും എന്ത് ചെയ്യുക? നീ പ്രസ്താവിക്കുക. നീ അതിനെ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരുടെ അടുക്കൽ പോയി പറയുക. എന്നാൽ ചിലരുടെ അടുക്കൽ പറഞ്ഞു, നോക്കൂ, ഇത് പുരോഹിതന്മാരുടെ അടുക്കൽ മാത്രം പോയി പറയണം. വേറെ ചിലരുടെ അടുക്കൽ പറഞ്ഞു, നീ ആരോടും പറയരുത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചു വേണം സാക്ഷ്യങ്ങൾ ചെയ്യേണ്ടത്. ചിലരുടെ അടുക്കൽ പറഞ്ഞു, നീ പോയി ദേശം മുഴുവനും പറ കർത്താവ് നിനക്ക് ചെയ്തത്. മറ്റൊരാളുടെ അടുക്കൽ പറഞ്ഞു, പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് സാക്ഷ്യത്തിനായി ഞാൻ നിനക്ക് ചെയ്തത് നീ പുരോഹിതന്മാരോട് പറഞ്ഞ് നീ യാഗമർപ്പിച്ചിട്ട് വരിക. അപ്പം സാക്ഷ്യം വാക്കുകളിൽ കൂടെയുണ്ട്, സാക്ഷ്യം ആരാധനയിൽ കൂടെയുണ്ട്. മറ്റൊന്ന്, സാക്ഷ്യം ജീവിതത്തിൽ കൂടെ തന്നെ വെളിപ്പെടാം. അപ്പോൾ അത് കർത്താവിൻ്റെ കൽപ്പന കിട്ടിയാലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സാക്ഷീകരിക്കുവാൻ പാടുള്ളൂ. പത്രോസ് പറയുകയാണ്, സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പോൾ ഒന്ന്, നിയോഗമുണ്ടെങ്കിലേ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. രണ്ട്, കൽപ്പനയുണ്ടെങ്കിലേ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി നിങ്ങളെ എന്താക്കി തീർക്കും? സാക്ഷികളാക്കി മാറ്റി തീർക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകുമെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങുന്നതായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യോ? നിങ്ങൾ സാക്ഷികൾ ആകോ. നിയോഗവും കൽപ്പനയും പൂർത്തീകരിക്കപ്പെടുന്നത്, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിയോഗവും കൽപ്പനയും അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, അത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാകുന്നോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ മുകളിൽ കിടക്കുന്ന വാഗ്ദത്തം, നിന്റെ മുകളിൽ കിടക്കുന്ന നിയോഗം, നിന്റെ മേലുള്ള ദൈവത്തിന്റെ കൽപ്പന, അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 10:41 പറഞ്ഞു, സാക്ഷികളാകുവാൻ അവൻ മുൻ നിയമിച്ചു. 10:42 പറഞ്ഞു, ആ നിയോഗത്തിനനുസരിച്ച് സാക്ഷിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. പക്ഷെ നിയോഗവും കൽപ്പനയോ അത് വർക്ക് ചെയ്യണമെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്യപ്പെടണമെങ്കിൽ, അപ്പൊ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരോ, അപ്പോൾ
നിനക്ക് ശക്തി ലഭിക്കും. ആ ശക്തി നിന്നെ ആരാക്കി തീർക്കും? സാക്ഷിയാക്കി തീർക്കാം. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് കടക്കാം. ഒരു യാഥാർത്ഥ്യം പറയാം, സങ്കടപ്പെടരുത്. അഭിഷേകം പ്രാപിക്കാത്തിടത്തോളം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാത്തിടത്തോളം വാഗ്ദത്തം പെട്ടിക്കകത്തിരിക്കത്തേ ഉള്ളൂ, നിയോഗങ്ങൾ പുസ്തകത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. അഭിഷേകം ശരീരത്തിൽ കയറാതെ, പരിശുദ്ധാത്മാവ് ശരീരത്തിൽ കയറാതെ ചലിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ അകത്തെന്തൊക്കെ വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും, എന്തൊക്കെ നിയമനങ്ങൾ, എന്തൊക്കെ അപ്പോയിന്റ്മെന്റുകൾ ഇവന്റെ മേൽ കിടപ്പുണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ലെങ്കിലോ, പരിശുദ്ധാത്മാവ് ചാർജ് ആകുമ്പോൾ, അഭിഷേകം ചാർജ് ആകുമ്പോൾ അവന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ പുറത്തു വരും. Receive the power. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് പകൽ ഈ യോഗത്തിൽ പുതുതായി ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ. ഐ കമാൻഡ് ഇൻ കിങ്ഡം അതോറിറ്റി. ഇന്ന് പകൽ ഈ ആരാധനയിൽ ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം ആരംഭിക്കുമ്പോൾ എങ്ങനെ അഭിഷേകത്തെ പ്രാപിക്കാൻ കഴിയും? അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. ആമേൻ. പൗലോസ് അവരോട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് ഒന്നാമതായി അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്തു വേണോ? വിശ്വാസം വേണോ? വിശ്വാസമുണ്ടെങ്കിലേ സൗഖ്യമുണ്ടാകത്തുള്ളൂ, വിശ്വാസമുണ്ടെങ്കിലേ നന്മയുണ്ടാകത്തുള്ളൂ. എന്നാൽ ഇതിനെക്കാട്ടുള്ള എല്ലാറ്റിലും ഉപരിയായി ഞാൻ പറയോ, വിശ്വാസമുണ്ടെങ്കിലേ എന്ത് സംഭവിക്കത്തുള്ളൂ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. Receive the power of Holy Ghost. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഞാനതിൽ നിന്ന് രണ്ട് കാര്യം പറയാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണോ? എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം ഞാൻ പറയാം. വിശ്വസിച്ചിട്ട് കാറ് കിട്ടിയോ, വിശ്വസിച്ചിട്ട് വീട് കിട്ടിയോ, വിശ്വസിച്ചിട്ട് സൗഖ്യം കിട്ടിയോ, വിശ്വസിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ, ഇതൊന്നുമല്ല പൗലോസ് ചോദിച്ചത്. നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അതാണ് വിശ്വാസത്തിന്റെ റിസൾട്ട്. വിശ്വാസത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അഭിഷേകം വ്യാപരിക്കുന്നതാണ്. എന്റെ സഹോദരങ്ങളെ, വിശ്വസിച്ച് നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി മേടിക്കാം, പക്ഷെ 60 വയസ്സാകുമ്പോൾ അത് പോകും. വിശ്വസിച്ച് നിങ്ങൾക്കൊരു സൗഖ്യം മേടിക്കാം, പക്ഷേ നിങ്ങളുടെ മരണത്തിൽ എന്തായിരുന്നാലോ ആ സൗഖ്യത്തിന്റെ സാക്ഷ്യം അവസാനിക്കാം. വിശ്വസിച്ച് നിങ്ങൾക്കൊരു വീട് മേടിക്കാം, പക്ഷെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ആ വീട് വേണ്ട. പക്ഷെ ഞാൻ പറയട്ടെ, വിശ്വസിച്ചിട്ട് നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങിയാൽ അത് കർത്താവിന്റെ കാഹളം ധ്വനിച്ച് നീ നിത്യതയിൽ എത്തുന്നിടം വരെയോ, സ്വർഗത്തിലെത്തുന്നിടം വരെയോ receive. പുതുതായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കട്ടെ.